അങ്ങോട്ടൊക്കെ എങ്ങോട്ടൊക്കെ ഇവിടെ വരുന്നേ ഇങ്ങോട്ട് അത് വെക്കരുത് ഇങ്ങോട്ട് വേണ്ടി ഹായ് പറഞ്ഞേ എന്താ ചെയ്യാൻ പോവാ എന്ത് ചെയ്യാൻ പോവാ നമ്മുടെ ഇന്നത്തെ പരിപാടി ബർത്ത്ഡേ ഗിഫ്റ്റ് അൺബോക്സിംഗ്. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിൽ സ്വാഗതം പറഞ്ഞേ. അതാണ് ഇവർ ഭാഷയുടെ സ്വാഗതം പറഞ്ഞേ. അപ്പൊ പെട്ടെന്നൊരു ഓടിച്ചിട്ടൊരു ബർത്ത്ഡേ ഗിഫ്റ്റുകൾ ഉണ്ടല്ലോ. ട്രാൻസ്ലേറ്റിംഗ് ആണ്, വേറൊരു ഭാഷയാണ്. റെഡി 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 ഐ ലവ് യു പറഞ്ഞേ. ഐ ലവ് യു. അപ്പൊ എല്ലാവർക്കും ഹലോ 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 എല്ലാവർക്കും എന്റെ പുതിയ അത് തന്നെ കുറച്ച് സ്പെഷ്യൽ ഗിഫ്റ്റുകളാണ് കേട്ടോ. അന്ന് ഗിഫ്റ്റിൻ്റെ വീഡിയോ എടുത്ത ദിവസമല്ല ഞാനത് ചെയ്തത്, അതുകൊണ്ട് തന്നെ ഇത് വേറെ ദിവസം ചെയ്തതിൻ്റെ ഒരു പ്രത്യേകത ഈ വീഡിയോയ്ക്കുണ്ട്. ഈ 2 ജോഡി കമ്മലുണ്ടോ, ഇത് അവർ അമ്മമ്മ അവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ്. ഈ ഒരു പട്ടുപാടിൻ്റെ സെറ്റ് കണ്ടോ, ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുഞ്ഞുങ്ങൾ കാത്തും കൂടെ അവർക്ക് ബർത്ത്ഡേ നാളിൻ്റെ അന്ന് കൊണ്ടുകൊടുത്ത ഗിഫ്റ്റാണ്. അത് ഭയങ്കര സ്പെഷ്യലായിട്ട് കേട്ടോ. പിന്നെ ഈ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഇതെൻ്റെ സിസ്റ്റർ ചെയ്ത കേട്ടോ. അവൾ സൈഡ് മേടിച്ചിട്ട് എംബ്രോയിഡറി ചെയ്ത് ഇവർക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത് ഭയങ്കര സ്പെഷ്യലാണ്. കൂടാതെ ഈ 2 വണ്ടികളുണ്ടോ, ഈ ഒരു നീല വണ്ടിയും ആ ഒരു നീല വണ്ടിയും, ഇത് അവർക്ക് അവരുടെ മാമൻ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തതാണ്. അപ്പോൾ ബാക്കി കണ്ടാലോ. ഇനിയും പെട്ടെന്ന് തുടങ്ങി ക്യാമറ എടുത്തോളൂ. ഫസ്റ്റ് ഗിഫ്റ്റിന് നിരത്തി ഞങ്ങളുടെ ഫസ്റ്റ് ഗിഫ്റ്റ് അല്ല കേട്ടോ. ഞാൻ ഇഷ്ടംപോലെ ഗിഫ്റ്റ് കിട്ടി. ആരൊക്കെ എന്തൊക്കെയാണെന്നൊന്നും പറയുന്നില്ല. അവരോട് ഓടിപ്പോയി ഗിഫ്റ്റ് എടുക്കും. കാണിച്ചേ, ഗിഫ്റ്റ് കാണിച്ചേ. എങ്ങനെയുണ്ട് ഇവിടെ? ഇപ്പോൾ കൊള്ളാവോ? അതാണ്ടേ കൊള്ളാവോ? അങ്ങനെ വെള്ള ഉടുപ്പ് അല്ല, വെള്ള ഉടുപ്പിന്റെ പ്രശ്നം നമുക്ക് അധികം ഇടാൻ ഒക്കത്തില്ല. കാരണം അടിക്കായി കഴിഞ്ഞാൽ എനിക്ക് സങ്കടമാണ്, എനിക്ക് കരച്ചിൽ വരും. ഫസ്റ്റ് ഉടുപ്പ് നെക്സ്റ്റ് രണ്ടാമത്തെ ഉടുപ്പ്. രണ്ടാമത്തെ ക്യാമറ അടങ്ങേരി. ആദ്യം ഇവിടെ വന്നിരി. നെക്സ്റ്റ് രണ്ടാമത്തെ ഉടുപ്പ്. രണ്ടാമത്തെ ഉടുപ്പ് ഇച്ചിരി വലിയ ഉടുപ്പാ. ഇപ്പോഴെങ്കിലും ഇതാകത്തില്ല. രണ്ടും വലിയ ഉടുപ്പാണ്. ഇങ്ങോട്ട് പോ പെണ്ണെ. അതിൻ്റെ ഇടയ്ക്ക് അത് വൈറ്റാണ് കേട്ടോ. ദൈവമേ, എടുത്തൊന്നും പോലെ ക്യാമറ പിള്ളേര്. ഓ ഞാൻ ഈ ഉടുപ്പ് ഇഷ്ടപ്പെട്ടോ? ഈ ഉടുപ്പ് കൊള്ളാവോ? അത് സൂപ്പറാന്ന് പറഞ്ഞേ. ഈ ഉടുപ്പ് സൂപ്പറാണോ? സൂപ്പറാന്ന് പറഞ്ഞേ. സൂപ്പറാന്നോ അത്? എന്നാ ഇവിടെ വന്ന് എൻ്റെ കൂടെ ഇരി. എന്നാലും ഞാൻ ഉടുപ്പ് കാണിച്ചു തരും. വന്ന് എൻ്റെ കൂടെ ഇരുന്നാലും ഉടുപ്പ് കാണിച്ചു തരും. ഓ അംഗനവാടി പോകാൻ പറ്റുള്ളൂ. മാവ പോയി. ബട്ട് ഐ ലൈക്ക് ഇറ്റ്. എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് ഇവർക്ക് ഇഷ്ടമല്ല, എന്നോട് ഇഷ്ടമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് വല്ലതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ഫാനിൻ്റെ സൗണ്ട്, മേ ബി ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഫാനിൻ്റെ സൗണ്ട് കയറി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഫാൻ ഓഫ് ആക്കി. അപ്പോൾ ആദ്യത്തെ ഒന്നും കേട്ടില്ലെങ്കിൽ വെൽക്കം ടു ഒന്നുകൂടെ അൺബോക്സിംഗ് വിത്ത് ബർത്ത്ഡേ ഗിഫ്റ്റ്. ബട്ട് ഐ ലൈക്ക് ഇറ്റ്. എങ്ങനെയുണ്ട്? ഒളിഞ്ഞ് നോക്കുന്ന പെണ്ണുങ്ങളെ എങ്ങനെയുണ്ട്? കൊള്ളാവോ? ക്യാമറ എങ്ങനെയുണ്ട്? കൊള്ളാവോ?
എനിക്കിഷ്ടപ്പെട്ടു ഗൈസ്. അടുത്തത് ഈ ഒരു കവറാണ് ഗൈസ്. അടുത്ത ഈ ഒരു കവറിലാണ് ഗൈസ്. ഈ കവറിലാണ് ഇനി ഞാൻ എടുക്കുന്നത്. ഓക്കെ, അതിന് എന്തൊക്കെയാണ് നമുക്ക് കണ്ടാലും. ഇതിൽ എല്ലാം കോട്ടൺ ഫ്രോക്കുകൾ കേട്ടോ. നമ്മൾ അധികം ആൾക്കാരൊന്നും വിളിച്ചതല്ല. ഇടയ്ക്കൊരു സൗണ്ട് കേൾക്കുന്നുണ്ട് ഗൈസ്. അധികം ആൾക്കാരൊന്നും വിളിച്ചില്ല. നമ്മുടെ അടുത്ത റിലേറ്റീവ്സ് ആയിട്ടുള്ള ഫാമിലി. ഇത്രയും 1 2 3 4 5 6 7 ഫാമിലി. വേറെ ആരും വിളിച്ചിട്ട് ഗൈസ്. ആ 7 ഫാമിലി അടുത്തുള്ള ആരെ മാത്രം വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ അംഗനവാടി ഇടാൻ പോകുന്നില്ല കേട്ടോ. അല്ല, അതിൻ്റെ എല്ലാം 2 വെച്ചിട്ടുണ്ട്. അല്ലേ, ഇതിൻ്റെ കൊള്ളാട്ടോ, നല്ല രസമുണ്ട്. കോട്ടൺ നമ്മൾ തപ്പിപ്പോയി ഇതിലൊരു സാധനം പോലും കിട്ടത്തില്ല. എനിക്കിതൊക്കെ ഇവിടെ ഇങ്ങനെ കിട്ടുന്നുണ്ടോ? പക്ഷെ ഇതിന് കൊള്ളാം. അതിന് ഈ ഒരു കവർ ഇങ്ങനെ എഴുതിയിരിക്കും. എല്ലാത്തിൻ്റെയും 2 വെച്ച് നമുക്കുണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെയും 2 വെച്ചുണ്ട്. അപ്പോൾ ട്വിൻസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു പ്രിവിലേജ് എല്ലാത്തിനും ഉണ്ടാവില്ല. അതായത് ട്വിൻസ്. പക്ഷെ അതുകൊണ്ടുകൂടി കേട്ടോ ഞങ്ങൾ കൂടുതൽ പേര് നമ്മൾ വിളിക്കുക. കാരണം 1 2 പിള്ളേരുണ്ട്. ഒരു ഡ്രസ്സിന് തന്നെ മിനിമം 500 രൂപയാണ്. അപ്പോൾ 2 ഡ്രസ്സിന് 1000 രൂപയാവും. നമ്മുടെ ചുറ്റുവട്ടമുള്ളവരെല്ലാം അന്നന്നത്തെ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് വരുന്നവരാണ്. എല്ലാവരും അങ്ങനെ റിച്ചോ അങ്ങനെയൊന്നും അല്ല. എല്ലാവരും ഓരോ ദിവസവും പണിയെടുത്ത് അവരുടെ സാലറിയും കൊണ്ട് വരുന്നുണ്ട്. സോ നമ്മളങ്ങനെ ഒരു ബുദ്ധിമുട്ട് ആർക്കും ഉണ്ടാക്കരുത് എന്ന് വിചാരിക്കാം. പക്ഷേ ഫസ്റ്റ് ബർത്ത്ഡേ നല്ല അടിപൊളിയായിട്ട് ആഘോഷമാണ്. ബട്ട് ഇതങ്ങനെ വേണ്ട, നമ്മുടെ അടുത്ത മതി എന്ന് തീരുമാനിച്ചുകൊണ്ട് മാത്രം ചെയ്ത കേട്ടോ. പക്ഷേ ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അതറിയാം. അതുകൊണ്ട് തന്നെ ആർക്കും യാതൊരു പ്രശ്നവുമില്ല. അതുകൊണ്ട് അവർ ഹാപ്പിയാണ്, ഞങ്ങളും ഹാപ്പിയാണ്. ഞങ്ങളിതൊന്ന് അടുത്ത ദിവസം നമുക്ക് ഓടിച്ച് കുറച്ച് ഗിഫ്റ്റുകൾ കാണാം കേട്ടോ. ഫുൾ ഡ്രസ്സുകളാണ്. ഇനിയുള്ള എല്ലാം ഡ്രസ്സുകളാണ്. അപ്പോൾ ഡ്രസ്സുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇത് എനിക്ക് തോന്നുന്നു പെയർ കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. രണ്ട് മോഡലാണ്, പക്ഷേ സെയിം കളറാണ്. പക്ഷേ ഒന്നിന് പാൻറ്റും ഒന്നിന് നിക്കറാണ്. പക്ഷേ എന്നാലും കുഴപ്പമില്ല കേട്ടോ. എനിക്കിവർ ജീൻസ് ഇട്ട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇവർക്ക് ജീൻസ് നല്ലപോലെ ചേരുകയും ചെയ്യും. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അത് മാത്രമല്ല നമ്മുടെ ക്യാഷ്വൽ നോർമൽ വെയേഴ്സും ഉണ്ട് കേട്ടോ. അർജൻറ്റീന കളിയൊക്കെ കഴിഞ്ഞിട്ട് അർജൻറ്റീനയുടെ ഒക്കെ ജേഴ്സിയൊക്കെ കൊണ്ടുവന്നേക്കുന്നത്. അതിൻ്റെ ഉടുപ്പ് അവിടെ എവിടെയോ ഉണ്ട്, തപ്പിയെടുത്ത് ഞാൻ എന്തായാലും കാണിച്ചു തരാം. പിന്നെ ഇത് കണ്ടോ, ഇതും എനിക്കൊന്ന് പെയർ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ 2 മോഡലാണ്, പക്ഷേ സെയിം കളറിൽ തന്നെ ഉണ്ട്. അങ്ങനെ ഇതും അടിപൊളി കിട്ടും. പക്ഷേ നല്ല മെറ്റീരിയൽ കേട്ടോ. ഇങ്ങനെ നമുക്ക് തൊടുമ്പോൾ നല്ല സുഖമാണ്. പാവാടയും ഉടുപ്പ്. പക്ഷേ ഞാൻ ഇവർക്ക് പാവാട ഉടുപ്പിനും കൂടുതൽ ഞാൻ നിക്കർ ഉടുപ്പ് കേട്ടോ ഞാൻ കൊടുക്കാറുള്ളത്. ഇതാണ് അതിൻ്റെ ടീഷർട്ട്. അതുകൂടാതെ ഈ ഒരു ടീഷർട്ട് ഉണ്ട്. പക്ഷേ ഇത് രണ്ടും നോർമൽ വേഴ്സ് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ വേറൊരു മഞ്ഞ ഡ്രസ്സ് ഉണ്ട് കേട്ടോ. ഇത് ഭയങ്കര എന്താ പറയുക, പഞ്ഞിമിഠായി കണക്കിനിരിക്കുകയാണ്. ഈ കണ്ടിട്ട് പിന്നെ ഇത് പഞ്ഞിമിഠായി പോലെ തോന്നുകയാണ്. ഞാൻ ഇപ്പോഴും പറയും. കാരണം അത് അങ്ങനെ അത്രയും വളവളാന്നിരിക്കുന്ന നല്ലൊരു ഉടുപ്പ്. അതുകൂടാതെ ഈ 2 ഉടുപ്പുകളൂടെ ഉണ്ട്. ഇത് രണ്ടും നല്ല വലുതാട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇവർക്ക് ഇടാകത്തില്ല. ഇതൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അംഗനവാടിയിലൊക്കെ പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകാം. അങ്ങനെ വലിയ ഉടുപ്പുകൾ കുറേ കിട്ടിയിട്ടുണ്ട്. ഇത്രയാണ് നമ്മുടെ ഉടുപ്പുകളുടെ സെക്ഷൻ വരുന്നത്. ഈ വലിയ ഉടുപ്പുകളെല്ലാം നമ്മൾ സൂക്ഷിച്ച് വെക്കും. അപ്പോൾ ഇത്രയുള്ള ഉടുപ്പുകൾ ബോക്സ്. ഈ ബോക്സിൽ സാധനങ്ങൾ പലതും ഐ തിങ്ക് മിസ്സിംഗ് ആണ്. കാരണം കൊണ്ടുവന്നപ്പോഴേ ഇത് പൊട്ടിച്ചു. എന്താണെന്ന് അറിയാൻ എല്ലാവർക്കും വലിയവർക്കായിരുന്നു ഏറ്റവും വലിയ തരം ഇത് പൊട്ടിച്ചു എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഈ പെട്ടിയിൽ എന്താണെന്ന് അറിയാൻ ഇത്ര തോര. ഇത് അപ്പയുടെ വക ഗിഫ്റ്റ് കേട്ടോ. ഭയങ്കര സർപ്രൈസ് ഗിഫ്റ്റ് ആയിരുന്നു. ഗിഫ്റ്റ് ഉണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷെ എന്തായിരുന്നു സംഭവം അറിയാം. പക്ഷേ ഇതുപോലത്തെ ട്രോളിയൊക്കെ ഇങ്ങനെ കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് സാധനമൊന്നുമില്ല കേട്ടോ. കാരണം ഇതിനകത്ത് സാധനമൊക്കെ ഓൺമാർ പൊറുക്കി കിട്ടും. അപ്പോൾ എനിക്കത് ഡ്രസ്സ് ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ ക്രയോൺസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതെല്ലാം ഇതിനകത്ത് തുറന്നു വെക്കാണ്. ഐ തിങ്ക് ഇതിനകത്തേ ഉള്ളൂ ഏകദേശം കറക്റ്റായിട്ട്. ഞാൻ കാരണം ഈ പെട്ടി ഞാൻ ആർക്കും കൊടുത്തില്ല. എനിക്ക് അൺബോക്സിങ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ആർക്കും കൊടുത്തില്ല. അപ്പോൾ പൊട്ടിക്കാം. എന്താ അയ്യോ അപ്പം ഐ തിങ്ക് ഇതെല്ലാം കറക്റ്റായിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഒരു ബോക്സ്. ഇത് ഫസ്റ്റ് പോയത് ടെക്സ്റ്റ് ആട്ടോ. ഇതിൽ ആൽഫബറ്റിക്സ് തന്നെയാണ്. മറ്റേതിനകത്ത് ഫ്രൂട്ട്സിൻ്റെ ടെക്സ്റ്റ് ആയിരുന്നു. കാരണം ഇവർക്ക് ബുക്സ് ഭയങ്കര ഇഷ്ടമാണ്. ഇവർ ഇങ്ങനെ നോക്കിയിട്ട് സാധനങ്ങൾ ഐഡൻറ്റിഫൈ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളതാണ്. ഞാൻ എത്ര ബുക്ക് മേടിച്ചു കൊടുത്തോ അതെല്ലാം നോക്കി അവസാനം കീറിക്കളയും. അതാണ് അവരുടെ ഇൻട്രസ്റ്റ്. എന്തായാലും ഇത് അവർക്ക് ഇഷ്ടപ്പെടും, അത് കൺഫേം ആണ്. പിന്നെ അവരുടെ ആക്സസറീസ് ഈ ബോയൊക്കെ ഞാൻ എടുത്ത് വെച്ചാലേ ഉള്ളു. കുട്ടി ഇത് അവരുടെ ബൗബോ ആണ്. മറ്റേ ഇത് സെയിം ഒന്നും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർക്ക് ഡ്രസ്സ് ഭയങ്കര ഐ ലൈക്ക് ഇറ്റ്. ക്രോഷ്യയുടെ പോട്ടുള്ള ഉടുപ്പ്, അതുപോലത്തെ ഉടുപ്പ്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. മറ്റേതിനകത്ത് ഇതുപോലെ ഒന്നുണ്ട് കേട്ടോ. സെയിം തന്നെ ഉണ്ട്, സെയിം ഡ്രസ്.
പിന്നെ ഓരോ ലഞ്ച് ബോക്സ് അല്ല, സ്നാക്സ് ബോക്സ്. സോറി, നടക്കില്ല, അടപ്പുണ്ട് ഗൈസ്, അടപ്പുണ്ട്, പോയിട്ടില്ല. അങ്ങനെ സ്നാക്സ് ബോക്സ്. അതിനകത്ത് കൊണ്ടായിരുന്നു ഒരു എന്താ പറയുക, പിന്നെ ഉണ്ടയുടെ ഒരു സെറ്റ്. ഉണ്ട തനി കിട്ടുന്ന ഒന്നും. പിന്നെ ഇത് തലയിൽ ഇടുന്നതാണെന്നാണ് എൻ്റെ ഒരു കഥ. പിന്നെ 2 സൂര്യകാന്തി, ചെടിയിൽ വെക്കുന്ന 2 സൂര്യകാന്തി. ഇത് ഞാൻ വെക്കും, ഞാൻ വെച്ച് കാണിച്ചു. ഹായ് ഹേമ എനിക്ക് വെക്കാലോ. പെമ്പിള്ളാരുടെ അമ്മയായാലുള്ളൊരു ഗുണമേ കുഞ്ഞു സ്ലൈഡ് ഉണ്ട്. അതൊരു നടക്കാതെ ഞാൻ എൻ്റെ ഒരു സ്വഭാവം കേട്ടോ. ഞാനിങ്ങനെ കുത്തി കഴിഞ്ഞിട്ട് ഈ മുടിയല്ലോ ഭാര്യ അമ്മക്കെട്ട് കെട്ടി കഴിഞ്ഞാൽ ഈ കുത്തിയേക്കുന്ന സ്ലൈഡെല്ലാം പറഞ്ഞ് ഇവിടെ നിരത്തി കുത്തി വെക്കും. ഞാൻ പിന്നെ കാര്യം മറന്നു. ഞാൻ അതും വെച്ചോണ്ട് എല്ലായിടത്തും നടക്കും. എല്ലാവരും ഇങ്ങനെ എന്നെ അന്തം വിട്ട് നോക്കും. മൺതരങ്ങൾ മാത്രമേ ചെയ്യൂ. അയ്യോ, ക്രയോൺസിൻ്റെ കുപ്പി ഒന്നേ ഉള്ളൂ. ക്രയോൺസിൻ്റെ കുപ്പി ഉണ്ട് കേട്ടോ. എനിക്കൊന്നും അത് ഇതിനകത്തില്ല. അപ്പം അതിനകത്തേ ഉള്ളൂ. എന്താ 2 എണ്ണം ഉണ്ടായിരുന്നു മിസ്സിങ്. ഇടങ്ങ് കാണും. പിന്നെ അത് കളർ ബുക്കും. ഇത് മിക്കാറ് എനിക്ക് കളർ അടിക്കാനായിരിക്കും. മൂഡ് വരുമ്പോൾ ഇത് കളർ ചെയ്യും. അങ്ങനെ ഇതായിരുന്നു നമ്മുടെ അൺബോക്സിങ് കഴിഞ്ഞു. എന്നാൽ ഇത്രയും ഗിഫ്റ്റ്. ഇത് ഞങ്ങൾ ഞെട്ടിച്ചൊരു ഗിഫ്റ്റായിരുന്നു. പക്ഷെ എൻ്റെ ഹസ്ബൻഡിന് അറിയായിരുന്നു, എന്നോട് പറഞ്ഞില്ല. അപ്പോൾ ബർത്ത്ഡേ ഗിഫ്റ്റ്സ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വന്നവരെല്ലാവരും ഹാപ്പി ആയിരുന്നു. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ബർത്ത്ഡേ വ്ളോഗ് കണ്ടിട്ടില്ലെങ്കിൽ ഇട്ടിട്ടുണ്ട്, കണ്ടു നോക്കിയിട്ട് പറഞ്ഞാൽ മതി. അപ്പം വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ കുഞ്ഞു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു, അത് കുഞ്ഞു വീഡിയോ ആയിട്ട് ചെയ്തു. കാരണം നമ്മൾ വലിയ ഗ്രാൻഡ് പരിപാടി, ഒന്നാമത്തെ വയസ്സിൻ്റെ ഗ്രാൻഡ് പരിപാടിയായിരുന്നു. നാട്ടുകാർ മൊത്തം ഉണ്ടായിരുന്നു. ഇവിടെ എന്തായിരുന്നു എന്ന് എനിക്ക് തന്നെ ഒരു ഓർമ്മയില്ലാത്തൊരു കാര്യമായിട്ട്. പക്ഷേ അത്രയും വേണ്ട, നമുക്ക് സിമ്പിളായിട്ട് മതി. കാരണം ഇച്ചേ നാട്ടിലില്ല. അപ്പോൾ അതുകൊണ്ട് സിമ്പിളായിട്ട് മതി എന്ന് വിചാരിച്ച് ഞങ്ങൾ സിമ്പിളായിട്ട് മാത്രം ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ഭയങ്കര ഹാപ്പിനെസ് വരുന്നു. കാരണം നമ്മുടെ റിലേറ്റീവ്സ് മാത്രമേ ഉള്ളൂ, വലിയ റഷില്ല. നമുക്കെല്ലാം പ്ലാൻ ചെയ്യാൻ പറ്റി. നമ്മുടെ കേക്ക് അടിപൊളിയായിരുന്നു. ഡെക്കറേഷൻസ് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റി. പിന്നെ അവർക്ക് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ വന്നെങ്കിൽ നമുക്കത് ആ സമയത്ത് അത് ക്ലിയർ ചെയ്യാൻ പറ്റി. എല്ലാവരും വന്നു. എൻ്റെ കുറേ നാൾക്ക് ശേഷം ഞാൻ എല്ലാവരെയും ഒരുമിച്ച് കണ്ടു. കാരണം ഇടയ്ക്ക് ഇവരെ പനിയായി ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് പിന്നെ ഞാനങ്ങനെ എൻ്റെ വീട്ടിൽ നിന്നായാലും ഞങ്ങൾ കണ്ടിട്ട് കാരണം ഇവരധികം നമ്മൾ വെടി ഇറക്കിയിട്ടില്ല. പെട്ടെന്ന് പനി പിടിക്കും ഇവർക്ക്, അതുകൊണ്ട് നമ്മളങ്ങനെ വെടി ഇറക്കിയിട്ടില്ല. അങ്ങനെ എല്ലാം കൂടിയായി. ഞങ്ങളെല്ലാം കൂടി ആഗ്രഹിച്ച് മോഹിച്ചിരുന്നായിരുന്നു ഇവരുടെ ബർത്ത്ഡേ. അങ്ങനെ ആ ബർത്ത്ഡേ വന്നു. ബർത്ത്ഡേ ഭയങ്കര ഗ്രാൻഡായിട്ട് ഞങ്ങൾ ആഘോഷിച്ചു. കൂടെ നമ്മുടെ കക്ഷിയില്ല എന്നൊരു സങ്കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒക്കെ എല്ലാം ഓക്കെ ആയിരുന്നു, എല്ലാം സെറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അൺബോക്സിങ് കഴിഞ്ഞ ഗൈസ്. അപ്പോൾ ഇനിയൊന്നുമില്ല, ഇനി എൻ്റെ ചെയ്യാം. ഞാൻ തുടങ്ങിയത് പോലും ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ അൺബോക്സിങ് വീഡിയോ എന്നതൊക്കെ പറയുന്നുണ്ട്. കമൻറ്റ് നിങ്ങളെല്ലാം കമൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റുമായിട്ടെല്ലാം നമ്മൾ തുടർന്ന് പോകുന്നതുകൊണ്ട് ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ സീരീസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു എൻ്റെ വ്ളോഗിന് ഇത്രയും സപ്പോർട്ട് എടുത്തതിന്. നിങ്ങൾ 2 പേരും അടുത്തിറങ്ങുന്നെങ്കിൽ 2 പേരും ഇവിടെ ഇല്ല. അവർ അന്താരാഷ്ട്ര പരിപാടിയായിട്ട് ഞാൻ മുക്കിയവരെ. കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ക്യാമറ പോവും, എൻ്റെ സാധനങ്ങൾ പോവും, ഒന്നും എനിക്ക് കിട്ടത്തില്ല. അപ്പോൾ എനിക്ക് കറക്റ്റ് വീഡിയോ എടുക്കാനും ഒക്കത്തില്ല. അപ്പോൾ നല്ലൊരു സൈലൻസ് എനിക്ക് കിട്ടുമ്പോൾ ഞാനങ്ങ് വീഡിയോ എടുത്താൽ കേട്ടോ. ഇടയ്ക്കൊക്കെ ഓരോന്ന് സൗണ്ട് കേൾക്കാം, റൂമിലൊക്കെ ഫാൻ കറങ്ങുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ താങ്ക് യു. എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം എല്ലാവർക്കും വാച്ച് ചെയ്യുന്നതിന് ഒരുപാട് താങ്ക് യു ഉണ്ട്. നീ സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും കമൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോൾ പിന്നെ ഒരു കാര്യം, ഗീവ് അവേയുടെ കാര്യം. ഓണം ഗീവ് അവേ എന്തായാലും ഞാൻ ഓണമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതായത് ഓണം ഗീവ് അവേക്ക് ഐ തിങ്ക് ഓണം ഓഗസ്റ്റ് അവസാനമാണ്. അപ്പോൾ ഓഗസ്റ്റ് ആദ്യം തന്നെ ഗീവ് അവേയുടെ സാധനം എന്താണെന്ന് ഞാൻ പറയും. ഗീവ് അവേയുടെ റൂൾസ് പറയും. ഗീവ് അവേ ഗിഫ്റ്റ് എന്തായാലും കിട്ടും. നമ്മുടെ ഫസ്റ്റ് ഗീവ് അവേ ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞു. എല്ലാവരും ഹാപ്പിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. അവർക്കത് ചെന്നല്ലോ എന്നറിഞ്ഞിട്ട്, അവർക്കത് കിട്ടിയെന്ന് അറിഞ്ഞാൽ ഹാപ്പിയാണ്. അപ്പം എല്ലാമായിട്ട് ഇനി ഒരു ലോങ് വ്ളോഗുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.